ഹായ്, ഞാൻ ഡോക്ടർ ഉഷ മേനോൻ, വീനസ് വിമൻസ് ക്ലിനിക് ആൻഡ് IVF സെന്ററിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ എപ്പോഴാണ് ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് പോവേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീയുടെ ഏജ് പ്രായമാണ് ഒരു കുഞ്ഞുണ്ടാവാൻ, അതായത് ഫെർട്ടിലിറ്റിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. നിങ്ങളുടെ ഏജ് 35 വയസ്സിൽ താഴെയാണെങ്കിൽ, അതുകൂടാതെ നിങ്ങൾ ഒരു വർഷമായിട്ട് അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ്, അതായത് കോൺട്രസെപ്റ്റീവ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വർഷമായിട്ടും ഗർഭിണി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചികിത്സ തേടേണ്ടതാണ്. പിന്നെ രണ്ടാമതായിട്ട്, നിങ്ങളുടെ ഏജ് 35 കൂടുതലാണെങ്കിൽ, കല്യാണം കഴിഞ്ഞിട്ടും ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ ഗർഭം ധരിച്ചിട്ടില്ലെങ്കിൽ, വേറെ ഒരു കാരണവും ഇല്ല എന്നിട്ടും ഗർഭിണി ആയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. നിങ്ങളുടെ ഏജ് 40 വയസ്സിൽ കൂടുതലാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ അസുഖങ്ങൾ, തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ, പ്രൊലാക്റ്റിൻ കൂടുതലുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇതൊക്കെ ഫെർട്ടിലിറ്റിന്റെ മുകളിൽ ഇഫക്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ പേഷ്യൻസും എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ഡോക്ടറെ അടുത്ത് പോയിട്ട് എടുക്കേണ്ടതാണ്. ഈ ഹോർമോണൽ ഇംബാലൻസ് ശരിയാക്കേണ്ടതാണ്. ഇനി മെയിൽസിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ, പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് കാരണങ്ങൾ? സെക്ഷൽ പ്രോബ്ലംസ്, മെയിൽ സെക്ഷൽ പ്രോബ്ലംസ്, അതായത് ഇജാക്കുലേറ്ററി പ്രോബ്ലംസും ഇറക്ഷൻ പ്രോബ്ലംസും. ഇറക്ഷൻ ആവാൻ ബുദ്ധിമുട്ടുള്ള ആണുങ്ങൾ, അതേപോലെ തന്നെ സ്ഖലനം, ഇജാക്കുലേഷൻ സംഭവിക്കാൻ ആവാൻ വേണ്ടിയിട്ടും വിഷമമുള്ള ആൾക്കാരാണെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു സെക്ഷൽ മെഡിസിൻ ഡോക്ടറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തോ പോയിട്ട് ഗർഭിണിയാവാൻ ട്രൈ ചെയ്യുന്നതിന്റെ മുമ്പേ തന്നെ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ഇനി നമ്മൾ കാണാറുണ്ട്, നമ്മുടെ ഫാമിലിയിൽ ചില ആൾക്കാർക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടാവാറുണ്ട്, ചില ആൾക്കാർക്ക് എൻഡോമെട്രിയോസിസ്, അതേപോലെ തന്നെ PCOD, ഒവേറിയൽ ഇൻസഫിഷ്യൻസി, അതായത് ഓവറീസിൽ എഗ്സ് കുറവാണ്, അങ്ങനെ ചില ഫാമിലീസിൽ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരുടെ ബന്ധുക്കളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് വേഗം തന്നെ, ഒരു വർഷമൊന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ല, എത്ര ചെറിയ പ്രായമാണെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഡോക്ടറെ അടുത്ത് സമീപിച്ചിട്ട് അവർക്കും ഈ അസുഖങ്ങളൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കേണ്ടതാണ്. അതായത് ഒവേറിയൻ ഇൻസഫിഷ്യൻസി, അതായത് എക്സിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി കുറവ് ചില ഫാമിലീസ് നമ്മൾ കാണാറുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരു AMH എന്ന് പറഞ്ഞിട്ട് ഒരു ഹോർമോൺ ഉണ്ട്, AFC കൗണ്ട്, അതായത് സെക്കൻഡ് ഡേ ഓഫ് പീരിയഡ്സിൽ എത്ര എഗ്സ് ഉണ്ടെന്ന് നമുക്ക് സ്കാൻ ചെയ്തിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ AMH ഹോർമോണിന്റെ ലെവൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര എഗ്സ് നമ്മുടെ ഓവറിയിൽ ഉണ്ട് കുട്ടികളാവാൻ വേണ്ടിയിട്ടെന്ന്. അപ്പൊ അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അവസാനമായി, ക്യാൻസർ പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ അവർ ട്രീറ്റ്മെന്റിന് പോകുന്നതിന്റെ മുമ്പേ, അതായത് റേഡിയോതെറാപ്പിയോ അല്ലെങ്കിൽ കീമോതെറാപ്പിയോ ചെയ്യുന്നതിന്റെ മുമ്പേ അവരുടെ എഗ്സോ സ്പേംസോ അല്ലെങ്കിൽ എംബ്രിയോസോ ഫ്രീസ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുള്ള മോഡേൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. താങ്ക് യു സോ മച്ച്.